Hi friends, welcome to Shahis kitchen. ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക കൊണ്ടുള്ള അടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് എടുത്തിരിക്കുന്ന സാധനങ്ങൾ മാവ് 300 ഗ്രാം ഗോതമ്പ് മാവാണ് എടുത്തിരിക്കുന്നത്. പിന്നെ തേങ്ങ അരമുറി ചുരണ്ടിയത്, ചക്ക അരിക്കച്ചക്കയാണ്, അതിനെ അരിഞ്ഞ് വെച്ചതാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ശർക്കര അതാ കുറച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 2 ഏലക്ക പൊടിച്ച് വെച്ചിട്ടുണ്ട്, ചതച്ചാണ് വെച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് ഉപ്പും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വെള്ളം, ചെറുതായി ചൂടാക്കിയ വെള്ളമാണ് ഇതിനെടുത്തിരിക്കുന്നത്. ഈ വട്ട ഇലയിലാണ് നമ്മൾ ചക്കയുടെ ഉണ്ടാക്കാൻ പോകുന്നത്. വട്ടത്താമര ഇലയെന്നാണ് ഇവിടെ പറയുന്നത്. ഇതിലുള്ള ഇലയിലാണ് ഉണ്ടാക്കാനുള്ളത്. ചക്ക, തേങ്ങ, ശർക്കര, ഏലക്ക എന്നിവയെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചക്ക അടയ്ക്കകത്ത് വെക്കാനുള്ള ഫില്ലിങ് സാധനമാണ് ഇത്. നമുക്ക് മാവ് റെഡിയാക്കി വയ്ക്കാം. മാവ് ഇതിൽ തട്ടിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/4 ടീസ്പൂൺ ഉപ്പാണ് ഇതിൽ ഞാൻ ചേർക്കുന്നത്. എന്നിട്ട് നമുക്ക് വെള്ളം ചൂടാക്കി വെച്ചിരിക്കുന്ന വെള്ളം ചെറിയ ചൂടിലാണ് ഇരിക്കുന്നത്, അതിന് നമുക്ക് അതിൽ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ച് നമുക്ക് ചപ്പാത്തി പരുവത്തിനുള്ള മാവാണ് എടുക്കാനുള്ളത്. ചപ്പാത്തി പരുവത്തിന് നമ്മൾ നനച്ച് എടുക്കണം, കുഴച്ച് വയ്ക്കണം. നമുക്ക് ആദ്യം ഇത് കുഴച്ചെടുക്കാം. ഈ പരുവത്തിനാണ് മാവ് റെഡിയാക്കി എടുക്കാനുള്ളത്. ഈ ചെറിയ ഇല ആയതുകൊണ്ട് ചെറിയ ബോളെടുത്ത് ഇനിതായ ഇലയിലോട്ട് വെച്ച് ഇങ്ങനെ പരത്തിയെടുക്കുക. അപ്പോൾ കയ്യിൽ ഒട്ടുകയാണെങ്കിൽ വെള്ളത്തിൽ കൈ മുക്കിയിട്ട് വീണ്ടും ഇത് കണക്ക് ഇങ്ങനെ പരത്തിയെടുക്കുക. പരത്തി നല്ല റെഡിയാക്കി എടുക്കണം. നല്ല ഷേപ്പ് രൂപത്തിൽ പരത്തിയെടുക്കണം. ഷേപ്പ് രൂപമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഷേപ്പ് രൂപമായി. ഇനി നമുക്ക് ഇതിൽ ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. ഫില്ലിങ്സ് ഇതിൽ വെച്ചിട്ടുണ്ട്. കുറച്ച് എടുത്ത് വെച്ചാൽ മതി, കൂടുതലൊന്നും വേണ്ട. കുറച്ചെടുത്തിട്ട് ഇത് കണക്ക് വെച്ചിട്ട് ഇങ്ങനെ അമർത്തി ഈ 2 സൈഡും ഇങ്ങനെ അമർത്തണം, അല്ലെങ്കിൽ അത് ഇളകിപ്പോവും. അതുകൊണ്ട് ഇങ്ങനെ അമർത്തി വെച്ചാൽ മതി. നമ്മളുടെ ചക്കട ഇത് കണക്കാണ് പരത്തിയെടുക്കേണ്ടത്. ഞാൻ ചക്കട ഉണ്ടാക്കാൻ വേണ്ടി ഇഡ്ഡലി പാത്രമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ അടിയിലത്തെ തട്ടാണ് വെച്ചത്. അതിൽ ഇങ്ങനെ ഇതേ കണക്ക് അട പറക്കി വെക്കണം. ഇങ്ങനെ വെച്ചാലേ വേഗം ആവിയേറി വേവുകയുള്ളൂ. ചരിഞ്ഞു പോയാൽ എല്ലാം കൂടെ അമങ്ങിയിരിക്കും. അതുകൊണ്ട് ഇതേ കണക്ക് ഇങ്ങനെ വെച്ചിട്ട് നമുക്കിതിനെ അടച്ച് വയ്ക്കാം. എന്നിട്ട് ഇത് വെച്ചതിന് ശേഷം നമുക്ക് ഒരു 10-20 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് വന്ന് എടുക്കാം. 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തുറന്ന് നോക്കാം. നമ്മുടെ ചക്കട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ ചക്കട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് വീഡിയോ കാണുക. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.